ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല രുചിയായിട്ടുള്ള ഒരു തീയൽ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മളിതാ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് പച്ചക്കറികളിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് അടക്കി വെച്ചു. അതൊരു വിധം വെന്തെന്ന് തോന്നുമ്പോൾ നമ്മൾ കൊഞ്ച് ആഡ് ചെയ്തു. നമുക്ക് നല്ല പൊടി കൊഞ്ച് കിട്ടി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യും. നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിച്ചാലുണ്ടല്ലോ അതിൻ്റെ ആ തനി ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ആ എണ്ണയ്ക്കകത്തൊക്കെ കിടന്ന് ആ പച്ചക്കറി നല്ല രീതിയിൽ വേവണം. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റേജാണ് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാല, ഇത്തിരി മഞ്ഞൾപ്പൊടി. അപ്പോൾ ഉപ്പ് ചേർക്കാൻ നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച് വീണ്ടും തുറന്നിട്ട് ഒന്നിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് രണ്ട് പിഴിപുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അടച്ച് വെക്കണം. അടച്ച് വെച്ച് അത് വേകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലേക്ക് ചുമ്മാ അതൊരു ടേസ്റ്റാക്കി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അടിപൊളി തീയലാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.